SSLCയുടെ പെർസെൻറ്റേജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. SSLCയുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും കിട്ടിയ ഗ്രേഡ്, അതായത് A+, ഇപ്പോൾ ഈ മാർക്ക് ലിസ്റ്റിൽ A+, തുടങ്ങിയ എല്ലാ ഗ്രേഡുകളും കൊടുത്തിട്ടുണ്ട്. ഓരോ വിഷയത്തിനും കൊടുത്തിട്ടുള്ള ഗ്രേഡ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ഓരോ ഗ്രേഡിനും പോയിൻറ്റ്സ് ഉണ്ട്. അതായത് A+ന് 9 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അതുപോലെ എല്ലാ ഗ്രേഡിൻ്റെയും ഗ്രേഡ് വാല്യൂ, അതായത് പോയിൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഗ്രേഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. A+ ആണെങ്കിൽ ഗ്രേഡ് വാല്യൂ 9 ആയിരിക്കും, A ഗ്രേഡ് ആണെങ്കിൽ 8 ആയിരിക്കും, B+ ആണെങ്കിൽ 7 ആയിരിക്കും, B ആണെങ്കിൽ 6 ആയിരിക്കും, C+ ആണെങ്കിൽ 5 ആയിരിക്കും, അതുപോലെ C ആണെങ്കിൽ 4 ആയിരിക്കും, D+ ആണെങ്കിൽ 3 ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് കാണിച്ചിരിക്കുന്ന മാർക്ക് 2 B+, 5 C ഉണ്ട്, അതുപോലെ ഒരു D+ ഉണ്ട്, ഒരു A ഉണ്ട്. B+ൻ്റെ ഗ്രേഡ് വാല്യൂ 7 ആണ്, സിയുടെ 4, D+ൻ്റെ 3, അതുപോലെ C+ൻ്റെ 5, Aയുടെ 8. ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് ടോട്ടൽ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് 46 ആണ്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാണണം. പെർസെൻറ്റേജ് കാണാൻ 46 × 100/19, ടോട്ടൽ ഗ്രേഡ് വാല്യൂ × 100/19. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 51.11%. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ഈ മാർക്ക് ലിസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 51.11%. അതുപോലെ ഒരു കുട്ടിക്ക് മൊത്തം A+ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ A+ൻ്റെ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 10 വിഷയങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ 10 × 9 = 90. അപ്പോൾ ഇവിടെ 46 എന്നുള്ളിടത്ത് 19 വേണം. 19 × 100/19. അപ്പോൾ 100% ഫുൾ A+ കിട്ടുന്ന ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ്. ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രേഡ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റും.